ഹായ് നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ചെടികളും മരങ്ങളും ഒക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ. ഇത് നമ്മൾ ആദ്യം കാണുന്നത് എരിക്കാണ്. എരിക്കിൻ്റെ ഇല നമുക്ക് ചതവിനും അതിനൊക്കെ കിഴി പിടിക്കാനൊക്കെ നല്ലതാണ്. കറ കൊണ്ട് ഇതിൻ്റെ കറയാണെങ്കിൽ ചിലരൊക്കെ പറയാറുണ്ട് പാലുണ്ണിയുടെ പുറത്ത് ഇത് വെക്കുകയാണെങ്കിൽ പാലുണ്ണി മാറുമെന്ന്. ഇത് ആവണക്ക്. ഇതും നമുക്ക് കിഴി പിടിക്കാനൊക്കെ ആൾക്കാർ എടുക്കാറുണ്ട്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എല്ലാവരും എരിക്കിൻ്റെ ഇല പറിക്കാനും ആവണക്കിൻ്റെ ഇല പറിക്കാനൊക്കെ വരാറുണ്ട്. കണ്ട് ഇതിൻ്റെ ഇല കണ്ട് ഇതിൻ്റെ കായാണ് ഈ കാണുന്നത്. ഇത് പിന്നെ നമ്മുടെ കൃഷ്ണ തുളസി കപ്പ് സിറപ്പ്. നെക്സ്റ്റ് കറ്റാർവാഴ എല്ലാവരുടെയും വീടുകളിൽ കാണും. കറ്റാർവാഴ ഗുണഗണങ്ങളൊക്കെ ഞാൻ പറയേണ്ടത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ സാധാരണ നമ്മുടെ ഓമ, കപ്പളങ്ങ, പപ്പരയ്ക്ക, ഓമയ്ക്ക എന്നൊക്കെ പറയും. ഇത് എല്ലാ വീടുകളിലും സർവ്വസാധാരണമാണ്. ചിലരിതിനെ വേലിച്ചീര എന്ന് പറയും, മൈസൂർ ചീര എന്നൊക്കെ പറയും. അടുത്തത് എല്ലാം ഇങ്ങനെ ഇഷ്ടം പോലെ കാണാറുണ്ട്. ഇത് കുമ്പിളില എന്ന് പറയും, കുമ്പിൾ മരം. നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. പിന്നെ ചിലയിടത്ത് ഒക്കെ ആലപ്പുഴ സൈഡൊക്കെ പിന്നെ ഭക്ഷണയിലെന്നും പറയും. ചീനി, കപ്പ, അതിനിടയ്ക്ക് നമ്മളൊരു ഉറുമ്പിൻ്റെ കൂട് കണ്ടെന്നാൽ പിന്നെ അതുകൂടെ എടുത്തേക്കാന്ന് വെച്ച് അതുകൂടെ എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ പനിക്കൂർക്ക. പനി വരുമ്പോൾ ആവി പിടിക്കാനായിട്ട് വെള്ളത്തിലിട്ട് ആവി പിടിക്കാൻ നല്ലതാണ്, അടിപൊളിയാണ്. ഇത് പിന്നെ നമ്മുടെ ഭക്ഷണയില തന്നെ കുമ്പിള മരം തന്നെ ഒരു വലുതായിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽപ്പുണ്ട്. അത് വലുതാണ്, നമ്മൾ ജസ്റ്റ് അന്ന് എടുത്തെന്നുള്ളൂ. ഇത് കാട്ടു തുളസി എന്നാണ് ഇതിന് പറയുന്നത്. ഇതും പനിയൊക്കെ വരുമ്പോൾ ആവി പിടിക്കാൻ വേണ്ടി എടുക്കാറുണ്ട്. ഇത് പ്രത്യേക സ്മെല്ലാണ്. ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാട് പോലെ പിടിക്കും. നമ്മളിത് കുറച്ചങ്ങ് വെട്ടി മാറ്റി കളഞ്ഞതാണ്. ഇതിങ്ങനെ ഞെരടി കഴിയുമ്പം നല്ല ഒരു സ്മെല്ലും കിട്ടാറുണ്ട്. ഇത് പിന്നെ നമുക്ക് വീണ് കിളിച്ചൊരു ഇതിൻ്റെ പേരെന്താ വരുന്നത്, കുമ്പളങ്ങ. പിന്നെ വാഴ, മാവ്, ചെറിയൊരു മാവും തൈയാണ്, ഇതുവരായിട്ടും കിളിച്ചിട്ടില്ല. ചേമ്പ്, പച്ചമഞ്ഞൾ ഒഴിച്ച് വെച്ചേക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ ചെറിയൊരു ചേനത്തോട്ടം. കാന്താരി സർവ്വസാധാരണമായിട്ട് എല്ലാ മലയാളികളുടെയും വീടിൻ്റെ മുറ്റത്തും പറമ്പിലും അയ്യത്തും ഒക്കെ ഇഷ്ടം പോലെ കാണും. പക്ഷേ നമുക്കിത് മഴയായപ്പോഴത്തേക്ക് ഇതിൽ അങ്ങ് വീണുപോയി. അല്ലെങ്കിൽ ഇഷ്ടംപോലെ കാന്താരി കിട്ടുമായിരുന്നു. കേരളത്തിലെ എല്ലാ വീട്ടിലും കാണുന്ന ഒരു സർവ്വസാധാരണ മരമാണ് മുരിങ്ങ. ഇത് നമ്മുടെ മാവ്. ഈ മാസത്തെ അവധിക്കാലം നമ്മുടെ മാമ്പഴക്കാലം സമൃദ്ധമാക്കിയ രണ്ട് മാവ് ചേട്ടന്മാരാണ് നിൽക്കുന്നത്. കാലിയടിച്ച് നമ്മുടെ നടവഴി. ഫുള്ള് കൃഷിയുണ്ട് നമുക്ക് ചെറുതായിട്ടൊക്കെ. ചേമ്പ് വെച്ചേക്കുന്ന